ദേശീയപാതയിൽ സിൽക്ക് ബസാറിലെ ഡ്രൈനേജിൽ വീണ്ടും മാലിന്യം ഒഴുക്കി. നിസാൻ ടാങ്കർ വണ്ടിയിൽ നിന്നാണ് ദ്രാവക രൂപത്തിലുള്ള മാലിന്യം ഡ്രൈനേജിലേക്ക് ഒഴുക്കിയത്. ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം. 17 മൈൽസിന്റെയും സിൽക്ക് ബസാറിന്റെയും ഇടയിലുള്ള ഡ്രൈനേജിലാണ് മാലിന്യം ഒഴുക്കിയത്. കൊയിലാണ്ടി ഭാഗത്ത് നിന്ന് മാലിന്യവുമായി എത്തിയ നിസാൻ ടാങ്കർ ദേശീയപാതയോരത്ത് വാഹനം സൈഡാക്കി. തുടർന്ന് ഒരാൾ ഇറങ്ങി വന്ന് വാഹനത്തിന്റെ വാൾവ് തുറന്ന് മാലിന്യം ഡ്രൈനേജിലേക്ക് ഒഴുക്കുകയായിരുന്നു. ഇവിടെ സ്ഥാപിച്ച CCTVയിൽ നിന്നാണ് ദൃശ്യങ്ങൾ ലഭിച്ചത്. 2 മിനിറ്റ് കൊണ്ട് വാഹനം തിരിച്ച് കൊയിലാണ്ടി ഭാഗത്തേക്ക് തന്നെ പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AP സുധീഷ്, വാർഡ് കൗൺസിലർ ഷാജി പാതിരക്കാട് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. രാത്രി ഇത് 3-ാം തവണയാണ് ഈ പ്രദേശത്ത് മാലിന്യം തള്ളുന്നത്. നേരത്തെ 1-2 തവണ ഇതേപോലെ തന്നെ മാലിന്യം വാഹനത്തിലെത്തി, ടാങ്കർ വാഹനത്തിലെത്തിയിട്ടാണ് മാലിന്യം തള്ളിയത്. ശക്തമായ നടപടി, പൊതുസ്ഥലത്ത് മാലിന്യ നിക്ഷേപം നടത്തുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മാലിന്യ നിക്ഷേപം നടത്തിയ വാഹനത്തെ കണ്ടെത്താൻ ആവശ്യമായ, അവരെ പിന്തുണർന്ന് പിടിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. നമ്മൾ ഈ പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ എടുത്തിട്ടുണ്ട്, പോലീസുമായി സംസാരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുന്ന ആളുകളെ കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള ശക്തമായ നടപടി സ്വീകരിക്കും. ഇവരുടെ നിർദ്ദേശത്തെ തുടർന്ന് സ്ഥലം ക്ലോറിനേഷൻ ചെയ്തു. ഇത് 3-ാം തവണയാണ് മാലിന്യം ഒഴുക്കുന്നതെന്നും ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വാർഡ് കൗൺസിലർ കൊയിലാണ്ടി news.com പറഞ്ഞു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാലിന്യം തള്ളിയവരെയും വാഹനവും കണ്ടെത്താൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കൊയിലാണ്ടി news.com.